നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളിലെ പലരും എന്തെങ്കിലും സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ, ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ആരെയാണ് ആശ്രയിക്കുക? അത് ഭഗവാനെയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം പറഞ്ഞു തരാനായിട്ട് ആരുമില്ലെങ്കിൽ എല്ലാവരും ഭഗവാന്റെ അടുത്താണ് ചോദിക്കുക. ഭഗവാന്റെ ആഗ്രഹം, ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുന്ന ഒരു കാര്യം, ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണ് ഈ പകുത്തു നോക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഭഗവാന്റെ ഇപ്പോൾ പുസ്തകങ്ങൾ, നാരായണീയം, ഭാഗവതം, രാമായണം, ഭഗവത്ഗീത അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം നോക്കുന്നുണ്ടായിരിക്കാം. അതിപ്പോൾ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ഹൈന്ദവർക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പുസ്തകമാണ് നമ്മൾ പകുത്ത് നോക്കേണ്ടത്? അപ്പോൾ ഞാനീ പറയാൻ പോകുന്നത്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയാറുണ്ട്. പണ്ടുള്ളവർ, അതായത് പഴമക്കാർ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയാറുള്ളത്. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്തിരുന്നത്? ഈ പകുത്ത് നോക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? അതായത് എപ്രകാരമാണ് അത് ചെയ്യേണ്ടത്? ഏത് സമയത്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പലരും ചെയ്തിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാരായണീയോ ഭാഗവതോ ഒക്കെ പകുത്ത് നോക്കിയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അത് അറിയുന്നവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അറിയാത്തവരെ അറിയുന്നത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയാം. ഭഗവാൻ ഇന്നലെ ഓടക്കുഴലൂരുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുരളീധരനായിട്ട് മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ മുരളി ഊതുന്നത് കേട്ടോ. പലരും ഭഗവാന്റെ വിഗ്രഹമൊക്കെ വീട്ടിൽ വെക്കുന്ന സമയത്ത് ആ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ചിലപ്പോൾ ഓടക്കുഴൽ ഉണ്ടായിരിക്കില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓടക്കുഴൽ ഊതുന്നത് പോലെ തന്നെ ആ ഊതിക്കളയുകയാണെന്ന്. അതായത് ആ വീട്ടിലുള്ളവരെയൊക്കെ ഊതിപ്പറപ്പിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്, ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിൽ കൊടുക്കാത്തതെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ മുൻപും അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഭഗവാൻ അവിടുന്ന് ഊതിപ്പറപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് ആ വീട്ടിലുള്ള, ആ കുടുംബത്തിലുള്ളവരുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെയാണ് ഭഗവാൻ ഊതിപ്പറപ്പിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ അവിടെ നിന്ന് മാറ്റിവെക്കുന്നത്. എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഭഗവാന്റെ ഓടക്കുഴൽ. ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എത്രത്തോളം വിഷമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്തൊരു ക്ഷമയൊക്കെ പറയുക. ഭഗവാനെ അറിയാതെ സംഭവിച്ചതാണ്, ഇനി ഒരിക്കലും ഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ ഓടക്കുഴൽ മാറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഒരുപാട് സന്തോഷമാവും ഭഗവാനെ. ആ ഓടക്കുഴൽ വിളിക്കാനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുക, സമാധാനിപ്പിക്കുക ഒക്കെയാണ് ഭഗവാൻ ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. ഭഗവാന് 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചുവപ്പും വെള്ളയാണ്, അതായത് നന്ദ്യാർവട്ടും പിന്നെ തെച്ചിയും കൂടിയിട്ടാണ്. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടും തുളസിയും കൂടിയിട്ടാണ്. പിന്നെ ഒരെണ്ണം താമരയും കൊണ്ടായിരുന്നു. 2 ഉണ്ടമാല ഉണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത്. താമര കൊണ്ട് കോർത്തിട്ടുള്ള മാലയാണ്, താമരയുടെ ഇതൾ കൊണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയായിരുന്നു. ഇതിന് നടുക്ക് നിന്നിട്ടാണ് ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായിട്ട്, ധാരാളം ആഭരണങ്ങളൊക്കെ യശോദാമ്മ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സർവാഭരണ വിഭൂഷിതനായിട്ട് ഭഗവാൻ ഓടക്കുഴൽ ഊതുന്നുണ്ടായിരുന്നത്. അപ്പം എന്ത് മനോഹരമായിട്ടുള്ള നാദമാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കുക. അതൊക്കെ എത്രത്തോളമാണ് നമ്മുടെ മനസ്സിനെയൊക്കെ കുളിരണിയിക്കുക. അപ്പം അതെല്ലാം, ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണേ. എല്ലാ അനുഭവങ്ങളും അനുഭവഭേദ്യമാക്കി തരണേ ഭഗവാനെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് പകുത്ത് നോക്കേണ്ടത് അതിനെക്കുറിച്ച് പറയാട്ടോ. ഇത് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ടുള്ള കാരണം, ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂതനാമോക്ഷം, അതായത് ഭാഗവതം പകുത്തു നോക്കിയപ്പോൾ പൂതനാമോക്ഷമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഭാഗവതം പകുത്തു നോക്കിയ കാരണം പുതനാമോക്ഷം ചിലപ്പോൾ അതിൻ്റെ ടൈറ്റിലായിട്ടായിരിക്കില്ല കണ്ടിട്ടുണ്ടായിരിക്കുക, പുതനാമോക്ഷത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അത് ഏത് ഭാഗമാണ് കണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാലാണ് അതിന് ഫലം കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുക കേട്ടോ. എന്നിരുന്നാലും അതേക്കുറിച്ച് പറയാം. അതിന് മുൻപായിട്ട് എങ്ങനെയാണ് പകുത്തു നോക്കേണ്ടത്, ഏത് പുസ്തകമാണ് യഥാർത്ഥത്തിൽ പകുത്തു നോക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം കേട്ടോ. അത് ഭാഗവതോ നാരായണീയോ ഒന്നുമല്ല, രാമായണമാണ് പണ്ടുള്ളവരൊക്കെ പകുത്തു നോക്കുക. അതാണ് സാധാരണ പതിവായിട്ട് അങ്ങനെയാണ് ചെയ്യുക. ഭാഗവതോ നാരായണിയോ പതിവില്ല കേട്ടോ. അപ്പോൾ രാമായണമാണ് പകുത്തു നോക്കിയിരുന്നത്. എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള രാമായണം ഉണ്ടല്ലോ, അതിങ്ങനെ വരിവരികൾ, ഇപ്പോഴത്തെ പോലെയല്ല, വരിവരികളായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓരോ വരികൾ കഴിയുമ്പോൾ ഓരോ ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യ സന്ദർഭങ്ങൾ വരുമല്ലോ, അതായത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം, അപ്പോഴാണല്ലോ നമ്മൾ പകുത്തു നോക്കുക. അതൊക്കെ തന്നെ. പക്ഷെ അത്രയേറെ നമുക്ക് ഇനി ഒരു നിവൃത്തിയില്ല എന്നുള്ള ഒരു ഘട്ടം വരുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇത് പകുത്തു നോക്കിയിരുന്നുള്ളൂ. അതായത് നമ്മൾ എപ്പോഴെപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിട്ട്, അതായത് ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന് എഴുതുന്ന പരീക്ഷയിൽ വിജയിക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, അതിനൊന്നും അല്ല ചെയ്തിരുന്നത്. കാരണം ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പണ്ടുള്ളവർ കണക്കാക്കിയിരുന്നത്. കാരണം ഇങ്ങനെ ലഭിക്കുന്ന മറുപടികളുണ്ടല്ലോ, അത് ഭഗവാന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന മറുപടികളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്കൊന്നും അതിനെ സമീപിച്ചിരുന്നില്ല. അത്രയേറെ നമ്മൾ നിവൃത്തി കെട്ടിയിരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കൊക്കെ പോകേണ്ട ഘട്ടങ്ങളായിരിക്കാം, പക്ഷെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ നമുക്ക് ചെയ്യണ്ടേ എന്നറിയാൻ പറ്റാത്ത ഒരു സന്ദർഭം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രായമായവര് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വരില്ലേ. അങ്ങനെയുള്ള സമയത്ത് അത്രയധികം നിർബന്ധിതരാകുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് മുത്തശ്ശിമാര് അങ്ങനെയുള്ളവരൊക്കെ രാമായണം പകുത്ത് നോക്കിയിരുന്നത് കേട്ടോ. അല്ലാതെ ഇന്ന് ചെയ്യുന്നത് പോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോയിട്ട് ഭാഗവതോ നാരായണിയോ പകുത്ത് നോക്കലല്ല രീതികൾ. രാമായണമാണ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും എല്ലാതും ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു പണ്ടുള്ളവരെങ്ങനെയാണ് ചെയ്തിരുന്നത് അതേക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യാന്നറിയോ? നമ്മൾ പകുത്തു നോക്കുക, നമ്മൾ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വേണം പകുത്തു നോക്കാനായിട്ട്. എന്നിട്ട് 10 വരി മുകളിലേക്ക് മാറ്റാം. 11ാമത്തെ വരി കിട്ടും. അതിലെ 10 അക്ഷരങ്ങൾ നീക്കിയിട്ട് വേണം വായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അത് വായിച്ചിട്ട് അതിൻ്റെ ഫലം എന്താണോ അതാണ് പറയുക. അല്ലാതെ ഒരു പൂതനാമോക്ഷം കിട്ടിയത് ഇപ്പോൾ ഭഗവതോ നാരായണിയോ വായിച്ചപ്പോഴായിരിക്കുമല്ലോ പൂതനാമോക്ഷം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ പൂതനാമോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പൂതനയ്ക്ക് മോക്ഷമാണ് നൽകുന്നതെങ്കിൽ കൂടിയിട്ട് പൂതന വരുന്ന ഭാഗം, പൂതനയുടെ കാര്യങ്ങൾ, ആ പൂർവ്വജന്മം പോലും നമ്മളവിടെ അനുസ്മരിക്കാറുണ്ട്. പൂതനയ്ക്ക് ഭഗവാന് പാലൂട്ടാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചത് പൂർവ്വജന്മത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു വരായിരുന്നു. ബലിയുടെ മകളൊക്കെ ആയിട്ടായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാനെ കാണാൻ വരുന്ന രംഗങ്ങളുണ്ട്, ഭഗവാൻ കണ്ണടച്ച് കിടക്കുന്ന രംഗങ്ങളുണ്ട്. അതിലെ കുസൃതികൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കണ്ണടച്ച് കിടന്നത്, പൂതനയ്ക്ക് ഒരു അമ്മയുടെ വാത്സല്യം തോന്നുന്നുണ്ട്. പിന്നെ ഭഗവാനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഭഗവാൻ പൂതനയെ വധിക്കുന്നുണ്ട്, ചെന്ന് അവിടെ വീഴുന്നുണ്ട്. ആ മരങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന സമയത്ത് ചന്ദനത്തിൻ്റെയും നല്ല സുഗന്ധങ്ങൾ ഒക്കെ വരുന്നുണ്ട്, പൂതനയ്ക്ക് മോക്ഷം ലഭിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഏതാണ് നമുക്ക് ലഭിച്ചതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ കൃത്യമായിട്ട് അതിൻ്റെ ഫലം ലഭിക്കുള്ളൂ. എന്നാലും പൂതനാമോക്ഷമൊക്കെ കിട്ടുന്നത് ജനറലി നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് പൂതനാമോക്ഷം. എനിക്ക് ഇഷ്ടമാണ് ആ കാര്യങ്ങളൊക്കെ, ഭഗവാന്റെ കുറുമ്പുകൾ, കുഞ്ഞായിട്ടുള്ള ഭഗവാന്റെ കാര്യങ്ങൾ, ആ ഒരു പൂതനാമോക്ഷം, ആ കഥ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതിൽ പൂതനയ്ക്ക് മോക്ഷമാണ് ലഭിക്കണത്. അമ്മയെ പോലെ നൽകുകയാണ് മോക്ഷം. അമ്മയായി കണ്ടുകൊണ്ടാണ്, കാരണം പാലൂട്ടിയല്ലോ, ആ ഒരു മാതൃവാത്സല്യം അവിടെ ഉണ്ടായല്ലോ, അപ്പോൾ മോക്ഷമാണ് ലഭിക്കുക. അപ്പം ഇത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പകുത്തു നോക്കിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രായമായവർ, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ കിടക്കുന്ന വയ്യാതെയൊക്കെ കിടക്കുന്ന സമയത്താണ് നോക്കിയതെങ്കിൽ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും നല്ലതാണ്, തെറ്റായിട്ട് അതിലൊന്നും പറയാനില്ല, ഭഗവാന്റെ കാര്യങ്ങളല്ലേ. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നല്ലത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടെ കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ. എന്നിരുന്നാലും പറയാണ്, രാമായണമാണ് പണ്ടുള്ളവരെ പകുത്ത് നോക്കിയിരുന്നത്. ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിട്ടാണ് നോക്കിയിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഭാഗവതവും നാരായണിയോ ശ്ലോകങ്ങളായിട്ടാണ് നോക്കുന്നെങ്കിൽ കൂടിയിട്ട് ആദ്യത്തെ 10 വരികൾ തള്ളിക്കളയുക. 11ാമത്തെ വരി എടുക്കുകയാണെങ്കിൽ അതിൽ 10 അക്ഷരം കളഞ്ഞ ആ ഒരു ശ്ലോകം, ആ ഒരു വരി തന്നെ മുഴുവനായിട്ട് കളയേണ്ടി വരും. എന്നിട്ട് അടുത്തത് നോക്കുക. അപ്പോൾ അതിലെന്താണോ പറയണത് അതാണ് അതിൻ്റെ ഫലമായിട്ട് പറയാറുള്ളത് കേട്ടോ.
അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതേ നമുക്ക് ചെയ്യാനായിട്ട് അത് പറ്റുള്ളൂ. അപ്പോൾ പലരും തുടർന്നുകൊണ്ട് പോരുന്നത് പെട്ടെന്ന് മാറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ പണ്ടുള്ളവർ ചെയ്തിരുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അത് നമ്മുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു തരണത്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഓരോരുത്തർക്ക് എങ്ങനെയാണോ സൗകര്യം, എങ്ങനെയാണോ അവരുടെ മനസ്സിൽ അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഭഗവാന്റെ കാര്യമായതുകൊണ്ടേ നമുക്ക് ഒരു കാര്യവും വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണോ നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അങ്ങനെ ചെയ്തോളും. ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് അതിന്റെ രീതികൾ ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയൊരു ചോദ്യമല്ല കേട്ടോ, ഒരു കമൻ്റായിട്ട് വന്നതാണത്. നമ്മൾ അംഗഭംഗം ഉള്ള സൂര്യനെ കണി കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേട സൂര്യനെ. അപ്പോൾ അത് ഒരു ഭക്ത പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അംഗഭംഗമുള്ളവർക്ക് അത് വിഷമാകില്ലേ, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ എന്ന്. കാരണം അംഗവൈകല്യങ്ങൾ ഉള്ളവരും നമ്മുടെ നാട്ടിലുണ്ട്, മനുഷ്യരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷമാകില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശാസ്ത്രമാണ്. ശാസ്ത്രങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഴുതി വെച്ചതല്ല അത് പണ്ടുള്ളത് നമ്മുടെ പൂർവികരുണ്ടാക്കിയിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, അതെല്ലാം അനുസരിക്കാനുള്ളതാണ്. അത് നമ്മുടെ ഫീലിങ്സിനനുസരിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം മറ്റുള്ളവർക്ക് വിഷമാകൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളവരെ ആരും കണി കാണാനായിട്ട് പോകില്ല. ഈ ബുദ്ധിമുട്ടുകളുള്ളവരും അങ്ങനെയുള്ളവരെ കണി കാണാൻ പാടില്ല എന്നാണ് പറയുക. അത് ശാസ്ത്രമായതുകൊണ്ട് അതിങ്ങനെ അനുസരിച്ചു പോകുന്നു. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ഭഗവാനെ കണി കാണാനായിട്ട് നല്ല ലക്ഷണമൊത്ത പശുക്കുട്ടീനെയാണ് കൊണ്ടുവരിക. വയ്യാത്ത പശുക്കുട്ടീനെ കൊണ്ടുവരില്ലല്ലോ. അത് എന്തുകൊണ്ടാ? അത് ശാസ്ത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളത് അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഈ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യം കൂടിയാണ്. നിർബന്ധമായിട്ട് ആരിലും നമ്മളൊന്നും അടിച്ചേൽപ്പിക്കാറില്ല. അതും അങ്ങനെയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ചെയ്യാട്ടോ. അത് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാവർക്കും പോരായ്മകളുണ്ട്. പൂർണ്ണതയുള്ളത് ഭഗവാന് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഭഗവാനെ കണി കാണുന്നത്. ഭഗവാനിൽ മാത്രമേ പൂർണ്ണതയുള്ളൂ. അതും ആ കമന്റ് ചെയ്ത ആള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഭഗവാനെ കാണുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പലർക്കും പല കുറവുകളും കാണാം. കയ്യിന് ബുദ്ധിമുട്ടുള്ളവരെ, കാലിന് ബുദ്ധിമുട്ടുള്ളവരെ, അതൊക്കെ നോക്കിയാൽ കാണുന്ന കുറവുകളാ. നോക്കിയാൽ കാണാത്ത എത്രയോ കുറവുകളും ഓരോരുത്തർക്കുണ്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുന്നിൽ ചിലപ്പോൾ ചിരിച്ച് കളിച്ചിട്ട് സന്തോഷത്തോടെയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. പക്ഷെ അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്ന പോലെയല്ല ഒരാളും. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. എല്ലാവരുടെയും അവസ്ഥ വ്യത്യസ്തമാണ്. നമ്മൾ സുഖാന്ന് കരുതുന്നവർക്ക് ചിലപ്പോൾ ദുഃഖമായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ചിലപ്പോൾ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണല്ലോ, അവരെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാലും അവരായിരിക്കും ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാവരെക്കാളും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്, ഭഗവാന്റെ നിശ്ചയങ്ങളാണ്. അതൊന്നും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ഈ ശാസ്ത്രങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണോ ശാസ്ത്രം പറയണത് അത് അതേപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ സങ്കടം ഒന്നും ആയിട്ടുണ്ടാവില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ വിഷമൊന്നും ആകില്ല കേട്ടോ. നമ്മുടെ ഫീലിങ്സിനനുസരിച്ച്, റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നമ്മുടെ ഫീലിങ്സിനനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല ഈ ശാസ്ത്രം എന്ന് പറയണത്. ഇനി നമുക്കൊരു കഥ പറയാം. ഇന്ന് ഷഷ്ടിയൊക്കെയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ, ഇത് മുരുകന്റെ ഒരു കഥ പറയാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമിക്ക് 2 പത്നിമാരുണ്ട്. ഒന്ന് ദേവസേനയും പിന്നെ ഒന്ന് വള്ളിയുമാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ദേവസേന എന്ന് പറയുന്നത് ഇന്ദ്രന്റെ മകളാണ്, ദേവേന്ദ്രന്റെ മകളാണ്. അപ്പോൾ ആ ഒരു മകളെ വിവാഹം ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ദേവസേനാധിപതി എന്നുള്ള ആ ഒരു പേരും കൂടെ അർത്ഥവത്താകണം. ഇത് സർവ്വ സൈന്യാധിപനാണ്, അതേപോലെ തന്നെ ദേവസേനയുടെ പതിയും കൂടിയാണ്. അപ്പൊ 2 വശത്തു കൂടെ നോക്കുകയാണെങ്കിലും ദേവസേനാധിപതിയാണ് ആര്? ശ്രീ മുരുകൻ. അപ്പോൾ അങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പേര്, അതായത് ദേവസേനയുണ്ട്, ദേവയാന എന്നുള്ള പേരും കൂടി 2 ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ വള്ളിയും. ഈ 2 പേരെയും വിവാഹം കഴിക്കുന്നതിന് ഇവരുടെ ഒരു പൂർവ്വജന്മം പറയുന്നുണ്ട്. ഇവരുടെ ഒരു തപസ്സിന്റെ, ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അത് ലഭിക്കുക. മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മക്കളാണ് ഈ സുന്ദരവല്ലിയും അതേപോലെ തന്നെ അമൃതവല്ലിയും. ഇത് ത്രിവിക്രമ അവതാര സമയത്ത് ഭഗവാന്റെ ആനന്ദാശ്രുവിൽ നിന്നാണ് ഈ കുട്ടികൾ ഉണ്ടായെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 കുട്ടികളും മുതിർന്നു വരുമ്പോൾ ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരിക്കലും വഴക്ക് പറയാത്ത ഒരു ഭർത്താവിനെ ലഭിക്കുക, അതായിരുന്നു ആഗ്രഹം. അതിനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക, നല്ലൊരു ഭർത്താവിനെ കിട്ടാനായിട്ട്. അപ്പോൾ ഒരിക്കലും വഴക്ക് പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു നല്ല വഴക്ക് പറയാതിരിക്കണമെങ്കിൽ കുറച്ച് ക്ഷമാശീലവും അങ്ങനെയൊക്കെയുള്ള ദേഷ്യം കൂടാത്ത, കുറച്ച് ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണ്ടേ. അപ്പം അങ്ങനെ ഒരാളെ ഭർത്താവായിട്ട് ലഭിക്കാനാണ് ഇവർ ആഗ്രഹിച്ചത്. തൻ്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ചോളൂ, തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ ശരവണ പൊയ്കയിൽ വന്നിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ തപസ്, അവരത്രയും കഠിനമായിട്ടുള്ള തപസ്സാണ്, അത്രയും ഇഷ്ടമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഇഷ്ടത്തോട് കൂടിയിട്ട് തപസ് ചെയ്ത് അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി. എന്നിട്ട് വരമൊക്കെ കൊടുത്തു. ഭർത്താവായിട്ട് വരാം, നിങ്ങളെ ഞാൻ ഭാര്യമാരാക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലെ ഈ അമൃതവല്ലി ഇന്ദ്രന്റെ പുത്രിയായിട്ട് ജനിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ സുന്ദരവല്ലി ഒരു വേടന്റെ മകളായിട്ട്, ഇത് ഗോത്രവർഗത്തിലാണ് വളരാന്നും പറഞ്ഞു. ആ സമയത്ത് രണ്ടുപേരെയും വിവാഹം ചെയ്തോളാന്ന് വാക്കും കൊടുത്തു. ഇനി ദേവയാനിയാകുകയാണ് കേട്ടോ. ഈ ദേവയാനിയെ ലഭിക്കുന്നത് ഒരു കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് മേരുപർവ്വതത്തിൽ നിന്ന്, ജ്യോതിർമയമായിട്ടുള്ള മേരുപർവ്വതത്തിൽ നിന്നാണ് ഇന്ദ്രനെ നല്ല ദിവ്യത്വമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുക. സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ട് വളർത്താനായിട്ട്, പരിപാലിക്കാനായിട്ട് നൽകുന്നത് ഐരാവതത്തിന്റെ കയ്യിലാണ്. ഐരാവതാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഐരാവതം വെളുത്താനെയാണല്ലോ, അതിന് തുമ്പിക്കൈയിൽ കിടന്ന് കളിച്ചുകൊണ്ട് കാട്ടിലെ അതുപോലെ ചന്ദനക്കാടുകളിലൊക്കെ ഓടി കളിച്ചുകൊണ്ട് അമൃതമൊക്കെ കുടിച്ചുകൊണ്ടാണ് ദേവയാനി വളരുക. അപ്പൊ ഈ പേര് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഐരാവതത്താൽ വളർത്തപ്പെട്ടവൾ, അതായത് ദേവലോകത്തുള്ള ആനയാൽ വളർത്തപ്പെട്ടവൾ എന്നുള്ള ആ ഒരു പേര്, ദേവയാനി എന്നുള്ള പേരാണ് ലഭിക്കുക. അതാണ് ദേവയാനി. ഇനി വള്ളിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വള്ളിയുടെ കഥ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ രസകരമാണ്. വള്ളിയുടെ ജനനം വള്ളിമലയിലാണ്. അവിടെ കരട് ഗ്രാമത്തിലുള്ള ഗോത്രവർഗക്കാരാണ്, വേടന്മാരാണ്. അവിടുത്തെ ഗോത്രത്തലവൻ നന്ദിരാജൻ, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പെൺകുട്ടികളില്ലാത്ത വിഷമം മാറാനായിട്ട് അവർ മഹാദേവന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർക്ക് ഈ മലയിൽ നിന്ന് നല്ല തേജസ്സുള്ള ഒരു പെൺകുട്ടിയെ ലഭിക്കുകയാണ്. വള്ളി എന്നുള്ള പേരും കൊടുത്തു, മഹാദേവൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള കുട്ടിയാണെന്നുള്ള രീതിയിൽ അതിനെ വളർത്തി. അപ്പോൾ ചെറുപ്പം മുതലേ സുബ്രഹ്മണ്യനോടുള്ള ഒരു ആരാധനയും പ്രേമവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ പൂർവ്വജന്മം അറിയില്ലല്ലോ, അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ട് ആദ്യം അവരത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഈ കുട്ടി വളർന്നു വരുമ്പോഴൊക്കെ ആ ഒരു പ്രേമം, ആ ഒരു സ്നേഹം ഇങ്ങനെ കൂടി വരികയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വിളകളെയൊക്കെ സംരക്ഷിക്കാനായിട്ട്, പക്ഷികളെയൊക്കെ വാട്ടി ഓടിക്കുക, അങ്ങനെയുള്ള ജോലികളൊക്കെയായിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ നാരദ മഹർഷി ഈ വള്ളിയെ കണ്ടു. അപ്പോൾ മനസ്സിലായി സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് ഇത്രയേറെ പ്രേമവും ഭക്തിയുമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. നല്ല സന്തോഷമായിട്ട് ഈ വിവരം സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പോയിട്ട് ധരിപ്പിക്കുകയാണ്, തിരുത്തനിമലയിൽ ഇരിക്കുന്ന സുബ്രഹ്മണ്യൻ്റെ അടുത്ത്. അതൊരു നിയോഗം എന്ന് വേണം പറയാനായിട്ട്. നാരദൻ അങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നാരദൻ വളരെ നല്ലതാണെന്നാണ് പറയുക. എല്ലാത്തിൻ്റെയും തുടക്കമൊക്കെ ഉണ്ടാക്കി വെക്കിയ നാരദരാണ്. അപ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമി വള്ളിയെ കാണാനായിട്ട് വരികയാണ്. അത് പല വേഷം കെട്ടിയിട്ടാണ് വരുന്നത്. ഒരു വേടന്റെ വേഷത്തിൽ വന്നു, വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യന്റെ വേഷത്തിൽ വന്നു. ഇത് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഈ കുട്ടിയുടെ, വള്ളിയുടെ സഹോദരന്മാര് ഇതിനെ എതിർക്കാനൊക്കെ ആയിട്ട് വരുന്നു, ഓരോ തടസ്സങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ എന്ത് ചെയ്തു സുബ്രഹ്മണ്യൻ? ഈ തടസ്സങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇനിയും കാണണം എന്നാണ് തോന്നുന്നത്. കാരണം അത്രയേറെ ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു വള്ളിയുടെ അടുത്ത്. അത് പൂർവ്വജന്മത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവർക്ക് ഒന്നിക്കണല്ലോ. അപ്പൊ ഈ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് ഗണപതിയാണ് സമീപിക്കുന്നത്. ഗണപതിയാണല്ലോ നമ്മളെല്ലാവരും എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളും മാറ്റാനായിട്ട് സമീപിക്കുക. അങ്ങനെ അനുജനും ജ്യേഷ്ഠന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ അനുജന്റെയും ആ പ്രണയിനിയുടെയും ആ പ്രണയം സഫലമാകാനായിട്ട് ഗണപതിയും തയ്യാറായിട്ട് വന്നു. വേഷം മാറി വന്നു, ഒരു കാട്ടാനയുടെ രൂപത്തിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ വള്ളി പേടിച്ചു പോയിട്ടോ. വള്ളി ഓടി വന്ന് നോക്കിയപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ആൾ അവിടെ ഇരിക്കണം. ആള് വേറെ ആരും ആയിരുന്നില്ല, സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നു. അപ്പോൾ എന്നെ രക്ഷിക്കണം, എന്ത് വേണമെങ്കിലും നൽകാം എന്നും പറഞ്ഞു. അപ്പൊ എന്ത് വേണമെങ്കിലും നൽകുമെന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും സമ്മതിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ ആനയിൽ നിന്ന് രക്ഷിച്ചു. ചോദിച്ചതാകട്ടെ വിവാഹം കഴിക്കുമെന്നാണ്. അപ്പോൾ വൃദ്ധനായിട്ടുള്ള ആളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ മുഖമൊക്കെ കണ്ടപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ യഥാർത്ഥ സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. 6 തലകളുമൊക്കെ ആയിട്ട് 12 കൈകളുമായിട്ട് സ്വർണ്ണ മയൂരത്തിന് മുകളിൽ ആരൂഢനായിട്ടുള്ള ആ ഒരു ഭാവം. അപ്പോഴാണ് മനസ്സിലായത് സുബ്രഹ്മണ്യ സ്വാമിയാണ് എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം ഗണപതിയുടെയും അതുപോലെ തന്നെ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യത്തിലെ തിരുത്തണിയിലെ ആഘോഷമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഓരോ തവണ വള്ളിയെ കാണാൻ വരുമ്പോഴും ഓരോരോ തടസ്സങ്ങൾ വരിക. അപ്പൊ എന്ത് ചെയ്തു? ഈ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ആരെയും സമീപിക്കുക? ഗണപതിയെ. ജ്യേഷ്ഠനാണല്ലോ, വിഘ്നേശ്വരന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചു. തൻ്റെ അനുജന്റെ ആ ഒരു പ്രണയം സഫലമാകാനായിട്ട് ഗണപതി ഒരു കാട്ടാനയുടെ വേഷം ധരിച്ചിട്ടാണ് വരിക.
അപ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഈ കാട്ടാനയെ കണ്ടപ്പോൾ വള്ളിക്ക് ശരിക്കും പേടിച്ചു പോയിട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓടി വന്ന് നോക്കിയപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ആൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. അത് ആരും ആയിരുന്നില്ല, സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ വള്ളിക്ക് മനസ്സിലായില്ല കേട്ടോ. വന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു. ആ ശരി എന്ന് പറഞ്ഞിട്ട് കാട്ടാനയൊക്കെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിവാഹം കഴിക്കാനാണ് പറയണത്. പക്ഷെ അത് വാക്ക് പറഞ്ഞു പോയില്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൻ്റെ യഥാർത്ഥ ആ ഒരു സ്വരൂപം ഭഗവാൻ വള്ളിക്ക് കാണിച്ചു കൊടുക്കുക. 6 തലകളൊക്കെ ആയിട്ട് 12 കൈകളിലും വരദായക മുദ്രകളുമൊക്കെ ആയിട്ട് ആ ഒരു സ്വരൂപം, സ്വർണ്ണ മയൂരത്തിന് പുറത്ത് ആരൂഢനായിട്ടിരിക്കുന്ന ആ ഒരു സ്വരൂപം കാണിച്ചു കൊടുക്കുക. അപ്പോൾ താൻ ഇത്ര നാൾ മനസ്സിൽ ആരാധിച്ചിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അപ്പോഴാണ് വള്ളിക്ക് മനസ്സിലാകുക. അപ്പോൾ തന്നെ ഗണപതിയും ആ ഒരു കാട്ടാനയുടെ സ്വരൂപമൊക്കെ വേണ്ടിയിട്ട് കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നാമജപവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇന്ന് 4,61,997 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപമൊക്കെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ അലങ്കാരങ്ങളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.